بنور رسول الله أشرقت الدنا ففي نوره كل يجيء ويذهب. പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ സയ്യിദുൽ അയ്യാമിലെ നമ്മുടെ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅ ദിവസത്തിലും നമ്മളുടെ ഓരോ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ സമയങ്ങളെ വളരെ പ്രാധാന്യമുള്ളതാക്കിക്കൊണ്ട് ആത്മീയതയുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു. ആ സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഈമാനിക കരുത്ത് അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അതിലൂടെ തഖ്വയോടെ ജീവിക്കാൻ ഒടുവിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മക്കാനിൽ ഇഷ്ടവാക്ക് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മഅബൂദുൽ ഹഖ് റബ്ബാണെന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെവർക്കും നസീബാക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഖൈറായ മൗത്തിൻ്റെ നല്ല ലക്ഷണങ്ങൾ, ശുഭലക്ഷണങ്ങൾ നമ്മളിൽ കണ്ടിട്ട് റാഹത്തായ അവസ്ഥയിലാണ് അള്ളാഹു നമ്മളെ റൂഹെടുക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളിയുടെ മസാറിൽ, നമ്മുടെ മഹല്ലുകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മുന്നോറുകൾ, നമ്മളോടൊപ്പം ഇരുന്ന് പരലോകം കേട്ടവർ, തഖ്വയോടെ ജീവിച്ചവർ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവർ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അജലെത്തിയപ്പോൾ വിളികേട്ടവരെ യാത്രയായിരിക്കുകയാണ്. എല്ലാ ജുമുഅ സമയത്തും അവരെ ഓർക്കണം, ദുആഇന്റെ വേളകളിൽ ഓർക്കണം. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത്, റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ എൻ്റെ മാതാപിതാക്കളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അവരെ ഒന്നും മറന്നുകൊണ്ട് ഒരു ജീവിതം നമുക്കില്ല. അങ്ങനെ മറന്നാൽ നമ്മുടെ പൊന്നു മക്കളും നമ്മളെ മറക്കും തീർച്ചയായും. ഭയപ്പാടോടുകൂടെ ഓർക്കണം അവരെ എല്ലാവരും. ഈ ജുമുഅയ്ക്ക് തൊട്ട് മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നിരിക്കും മുമ്പ് മയ്യവാടിയിലേക്ക് വളരെ കണിശതയോടെ പോയി സിയാറത്ത് ചെയ്ത് ജുമുഅ ദിവസം ജുമുഅ കഴിയുമ്പോഴും പള്ളിയുടെ മയ്യവാടിയിൽ ശുഭ്രവസ്ത്രധാരികൾ തലയിൽ തൊപ്പി വെച്ച് നല്ല വെള്ളവേഷത്തോടുകൂടെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ നഹിനാനന്ദകരം, അൽഹംദുലില്ലാഹ്, വലിയ പ്രതിഫലമാണ്. അവരെല്ലാം അഭിമാനത്തോടെ അവരുടെ അയൽപക്കത്തോട് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അയൽപക്കം തൊട്ട് ചേർന്നുള്ള ഖബറാണ്. വാപ്പാ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര വാപ്പച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി, നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോട് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് എൻ്റെ മകൻ, എൻ്റെ രക്തബന്ധു, എൻ്റെ മുസാഹറത്ത് വിവാഹബന്ധം കൊണ്ട് ചേർന്നവൻ എൻ്റെ ചാരത്തിത വന്നിരിക്കുകയാണ്. കണ്ടോ, പരിശുദ്ധമായ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദാത്തമായ ഉത്കൃഷ്ടമായ ഖുർആൻ ഓതി അവൻ ഹദിയ ചെയ്യുകയാണ്. ആ കുളിർ സന്തോഷത്തിൽ, ആനന്ദത്തിൽ, അഭിമാനത്തോടുകൂടെ അവർ അയൽപക്കത്തോട് വിളിച്ചു പറയും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സിയാറത്ത് കണിശമായി ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമുക്കും അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെയും ഓർക്കുന്ന, നമുക്ക് വേണ്ടി ഈ സ്വാദ് സവാബുകൾ ചെയ്യുന്ന നല്ല മക്കളെ, നല്ല ഗുണപ്രദമായ ബന്ധുമിത്രാദികളെ അള്ളാഹു നമുക്ക് നിലനിർത്തി നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം റിസ്ഖിൽ അള്ളാഹു വിശാലത നൽകട്ടെ. പലവിധ മഈശത്തിന്റെ വഴികൾ അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്കെല്ലാം. അള്ളാഹു അതിന് ഇസ്തിഖാമത്ത് നൽകട്ടെ. ധാരാളം പേര് കടക്കടികളിൽ പ്രയാസപ്പെടുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സലാമത്ത് നൽകണം റഹ്മാനെ. വിദേശത്തുള്ളവർക്ക് ലാഹിക്കായ തൊഴിലിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ചാണ് വെള്ളിയാഴ്ചയിൽ ഈ വസിയത്ത്. അള്ളാഹു അവർക്കെല്ലാം ഖൈർ നൽകുമാറാകട്ടെ. അവരുടെ എല്ലാം ആഖിബത്ത് അള്ളാഹു നന്നാക്കുമാറാകട്ടെ. അമ്ന നൽകട്ടെ, സലാമത്ത് അള്ളാഹു നൽകട്ടെ. ഖൈറായ ഭക്ഷണം, റിസ്ഖ്, അവർക്ക് അന്നം അള്ളാഹു നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാഹു കൊടുത്ത മഈശത്ത് അള്ളാഹു ഏറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു ഹലാലാക്കി ഏത് വഴിയാണെങ്കിലും മഈശത്തിന്റെ വഴി അള്ളാഹു ഹലാലാക്കി. വളരെ എളിമയുള്ള കൊച്ചു ജോലി ഉണ്ടാവും കേട്ടോ, നല്ല വിശാലമായ വലിയ ജോലി ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ലാതെ ഒരു ജോലിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ നല്ല സാലറി കിട്ടുക എന്ന വലിയൊരു ഭാഗ്യവും ചിലർക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടാവും കേട്ടോ. അള്ളാഹു അതെല്ലാം നിലനിർത്തി നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് കാണേണ്ടി വരരുത്. അവർക്കൊക്കെ നല്ല ഇൽമ കിട്ടണം, നല്ല റാങ്ക് കിട്ടണം, ഉയരങ്ങളിലെത്തണം. എത്തിക്സ് മറക്കാത്ത, അള്ളാഹിനെ പേടിയുള്ള നല്ല നല്ല എഞ്ചിനീയർമാർ വേണം, ഡോക്ടർമാർ വേണം, നല്ല തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വേണം. അള്ളാഹു എല്ലാവർക്കും ഖൈർ ചൊരിയുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
നാഥനായ തമ്പുരാൻ ഖൈറായ ഭവനം, ഖൈറായ ഇണ, ഖൈറായ വാഹനം, മുഅ്മിൻ ആവശ്യമായ എല്ലാ നിഅമത്തുകളും അല്ലാഹു നൽകുമാറാകട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു ലഘുപരിചയത്തിനു വേണ്ടി നമ്മളിവിടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബുള്ളവരെ, സ്നേഹമുള്ളവരെ, മുത്തിനോട് പ്രേമമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സുന്നത്ത് വേണം, ഒരു ഐശ്വര്യ ഭവനം നിങ്ങൾക്കുണ്ടാവണം. വീട്ടിന്റെ പേരെന്താണ്? ദാറുൽ നൂർ. വീട്ടിന്റെ പേരെന്താണ്? ദാറുൽ ഫർഹ്. വീട്ടിന്റെ പേര് ബൈത്തുർ റഹ്മ, ദാറുസ്സലാം. വ്യത്യസ്തമായ പേരുകളൊക്കെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അർത്ഥം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ മഞ്ചാക്കി പല പേരുകളും സെലക്ട് ചെയ്യുന്ന കാലമാണ്. ദാറുൽ നൂർ, പ്രകാശത്തിന്റെ ഭവനം, കൊതിയാണവന്, അതുകൊണ്ടാണ് ആ പേരിട്ടത്. ദാറുൽ ഫർഹ്, സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രം എൻ്റെ ഈ വീട്. ഉൽഫത്തിന്റെ, ഇണക്കത്തിന്റെ, പൊരുത്തത്തിന്റെ വീട് എൻ്റെ ഈ വീട്. ദാറുസ്സലാം, രക്ഷയുടെ ഭവനം എൻ്റെ ഈ പൊന്നു വീട്. എത്രയോ നാളുകൊണ്ട് മോഹിച്ച് നിർമ്മിച്ചു തുടങ്ങിയ ഒരു ഭവനം, വർഷങ്ങളായൊരു ഭവനം. ആ ഭവനത്തിൽ സമാധാനത്തോടെ പോകുമ്പോഴും വരുമ്പോഴും, ഒന്ന് ഇറങ്ങുമ്പോഴും ഒന്ന് കയറുമ്പോഴും വല്ലാത്തൊരു സമാധാനം അവന്റെ ഹൃദയത്തിലുണ്ട് മരണം വരെ. അതാണ് നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ വീട്ടിൽ സമാധാനം വരും. പോസ്റ്റ്മാന് കണ്ടെത്തി കൊടുക്കാൻ പറ്റും കത്ത്, കത്തിന്റെ കാലമൊക്കെ കഴിയും. കൊറിയർ വരാൻ നല്ലതാണ്. ചിലത് അങ്ങനെയൊക്കെ അങ്ങ് ചുരുങ്ങി പോകും. പക്ഷെ ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പേരിടുമ്പോൾ മാത്രം ബറക്കത്ത് വരുമോ? പേരിൽ ബറക്കത്തുണ്ട്. നമ്മുടെ വീട്ടിന്റെ പേരിലും നമ്മുടെ പേരിലും ഒക്കെ ബറക്കത്തുണ്ട്. ഖൈറായ റബ്ബിന്റെ, മഅബൂദുൽ ഹഖായ റബ്ബിന്റെ പേര് കൊണ്ട് പേരിടുക. മുഹമ്മദൻ ഔ അഹ്മദ, ഞാൻ മുഹമ്മദ് നബി തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് അഹമ്മദ് കൊണ്ട് പേര് തുടങ്ങുന്ന തുടക്കത്തിന് ബറക്കത്തുണ്ട്, അതിൽ ഖൈറുണ്ട്. അവിടുത്തെ ശഫാഅത്തിന് സബബാകും. പക്ഷേ അവരുടെ ജീവിതവും കൂടെ മെച്ചപ്പെടണ്ടേ? അങ്ങനെ ഒരു പേരിടുമ്പോൾ ഒരു പേര് പേടി വരും. പ്രവാചകന്റെ ഒരു പേരിടുമ്പോൾ ഒരു പേര് പേടി വരുമല്ലോ. അള്ളാഹു വരുത്തി തരട്ടെ. അങ്ങനെ ഒരു പേര്, മുഹമ്മദ് കൊണ്ട് തുടങ്ങുന്ന ഒരു പേര്, അബ്ദുറഹ്മാൻ എന്നൊക്കെ ഒരു പേര് വരുമ്പോ, അള്ളാഹുവിന്റെ അടിമ ആ ഒരു പേര് വരുമ്പോ, മഹത്വമുடைய പേര് വരുമ്പോ, നബിമാരുടെ പേര് വരുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ. വീട്ടിലും അങ്ങനെയുള്ള പേരിടുമ്പോൾ ഒരു ബറക്കത്താണ് കേട്ടോ. പക്ഷേ അവിടെ ഐശ്വര്യ ഭവനത്തിന് ചില പണിയെടുക്കണം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഏറ്റവും ആദ്യമായി പറഞ്ഞത്, ആദ്യത്തത് നീ സലാം സ്പ്രെഡ് ചെയ്യണം, പരത്തണം, വ്യാപിപ്പിക്കണം. ഒരു നല്ലൊരു മെസ്സേജ് അളിയാന്ന് വിളിച്ചയക്കുന്നതിനേക്കാൾ, സുഖമാണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല സ്നേഹമുണ്ടാകാൻ പറ്റിയ നല്ല ഒരു മെസ്സേജ്, ഏറ്റവും നല്ല ഒരു വാക്ക് അസ്സലാമു അലൈക്കും. ഐശ്വര്യം തുളുമ്പുന്ന ഒരു പ്രാർത്ഥനയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. വീട്ടിലുള്ള എല്ലാവരോടും അത് പറയണം പറഞ്ഞു. ഭാര്യ മക്കളോട്, എല്ലാവരോടും. വീട്ടിൽ പൊന്നുമ്മയുണ്ട്, വാപ്പയുണ്ട്. ഭാര്യയോടും മക്കളോടുമായിട്ട് ചുരുക്കി കളയരുത്. ചില വാക്കുകൾ പറയുമ്പോൾ വിശാലമായിട്ടൊന്ന് ചിന്തിച്ചെടുക്കണം. വീട്ടിലെ ഉമ്മയോട് വാപ്പയോട് സലാം പറഞ്ഞ് ഇറങ്ങണം, കയറണം. ഭാര്യയോട് പറയണം, മക്കളോട് പറയണം. ഇത് വീട്ടിൽ വ്യാപിപ്പിക്കണം. അപ്പൊ എല്ലാ റൂമിലും വ്യാപിക്കും. അവിടെ കിടന്നുറങ്ങുന്നവരിലേക്കും അവിടെയുള്ളവരിലേക്കും താമസക്കാരിലേക്കും എല്ലാവരിലേക്കും ഈ സലാം അങ്ങ് വ്യാപിക്കൂലേ? എല്ലാവരിലേക്കും സലാം വ്യാപിക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു വലിയ പ്രാർത്ഥന കൊടുക്കണം. ഇനി അടുത്തത്, നീ കയറി ചെല്ലുന്ന ഭവനം, ആ വീട് നീ പൂട്ടി ഒരു മീറ്റിങ്ങിന് പോയതാണ്, ഒരു ഫംഗ്ഷന് പോയി തിരികെ വരികയാണ്. അന്നപ്പം മഗ്‌രിബിന്റെ ഒക്കെ സമയം കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾക്കൊക്കെ ഉറപ്പാണ് ആ വീട്ടിനുള്ളിൽ ആളില്ല. എങ്കിൽ കൂടി നീ സലാം പറയണം. അസ്സലാമു അലൈക്കും യാ ജമീഅ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിന്റെ നല്ല ഭവനമായതുകൊണ്ട് അവിടെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. ആ സമയത്ത് അവിടെ മുഅ്മിനീങ്ങളായ ജിന്നുകൾ, അജ്നാനുൽ മുഅ്മിനീങ്ങൾ ഉണ്ട്. അവിടെ അവരോടൊക്കെ സലാം പറഞ്ഞിട്ടുള്ള പ്രവേശനമാണ് പറയണം. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാം പതിവാക്കൽ നിങ്ങളിൽ പരസ്പര സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. ചെറിയൊരു വാക്കുകൊണ്ടുള്ള പിണക്കത്തെ പൊളിച്ചു കളയും. അസ്സലാമു അലൈക്കും. എന്തൊരു എളുപ്പമുള്ള വാക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടെ നിന്ന് ഉപദേശിച്ചത്. എനിക്ക് എങ്ങനെ പോയി നിങ്ങൾ പൊരുത്തപ്പെടണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാനൊക്കെ കൈപിടിക്കുമ്പോൾ ഒരു പ്രയാസമില്ല ശരിക്കും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടായി, ഒരു വെറുപ്പുണ്ടായി. ആ വെറുപ്പ് വെച്ച് നടന്ന ആളോട് ഞാൻ എങ്ങനെ പോയിട്ട് കാക്കായെന്ന് വന്നാൽ നിങ്ങളത് ഒറ്റ വാക്ക് കൊണ്ട് പൊളിഞ്ഞില്ലേ? അല്ല, അസ്സലാമു അലൈക്കും ആ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ടങ്ങനെ ചേർത്തങ്ങനെ പിടിക്കുമ്പോ തന്നെ ഉരുകി ഒലിച്ചങ്ങ് പോയി. മഞ്ഞുരുകും പോലെ ഉരുകി ആ പിണക്കം എല്ലാം അങ്ങ് മാറിപ്പോയി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സലാം പതിവാക്കിയാൽ സ്നേഹം വർദ്ധിക്കും. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതും ഒരു സ്നേഹത്തിന്റെ തെളിവാണ്. അബൂ ഹുറൈറ മറവിയുണ്ട് നബിയെ, എനിക്ക് ഒരു വിരിയങ്ങ് വിരിക്കാൻ പറഞ്ഞു. ആ വിരിച്ചപ്പോ അതിലേക്ക് എന്തോ വാരിയിടും പോലെ മുത്തുനബി തങ്ങൾ അങ്ങനെ അംഗം കാണിച്ചു. 4 ഭാഗവും ചേർത്തങ്ങ് പിടിച്ചോ ബെഡ്ഷീറ്റ്, അതങ്ങനെ ചേർത്ത് പിടിച്ചങ്ങ് നെഞ്ചോട് ചേർത്തു. പിന്നെ എനിക്ക് മറവിയുണ്ടായിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുത്തിന്റെ സ്നേഹം വല്ലാത്തൊരു ഇഷ്ടം കിട്ടിയ ഒരു മഹാ വ്യക്തിത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പറയാം. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ റൂഹും എന്റെ ജസദും എനിക്ക് വന്ന പരിശുദ്ധ ഖുർആനും ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹ്യില്ലാതെ ഞാനൊന്നും പറയില്ല, ഞാനൊന്നും ചിന്തിക്കില്ല, ഞാനൊന്നും പ്രവർത്തിക്കില്ല. എന്റെ ചലന നിശ്ചലനങ്ങൾ റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബാരോ അവൻ എന്റെ റൂഹിനെ നിശ്ചയിച്ചത്, എന്റെ ജസദിനെ നിശ്ചയിച്ചത്, ഞാൻ എന്ന ഈ അനുഗ്രഹത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് നൽകിയ എന്റെ റബ്ബിനെ തന്നെ സത്യം. ഞാനൊന്ന് പറയട്ടെ മുഅ്മിനേ, ലാ തദ്ഖുലൂനൽ ജന്നത, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം സുന്ദര സുവനം നിങ്ങൾക്ക് കിട്ടാനാണ് മോഹം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പറയുന്നു ഭാഗ്യവാനാണ്, അവൻ സ്വർഗത്തിലാണ്, അൽഹംദുലില്ലാ, അവന്റെ പ്രവർത്തനം അത്രയും സുന്ദരമായിരുന്നു. ഓർക്കാം നമുക്ക്, ആ ഒരു സ്വർഗം നിനക്ക് കിട്ടാൻ ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നീ മുഅ്മിനാവാതെ സ്വർഗം നിനക്ക് കിട്ടൂല. മുഅ്മിനാവാതെ സ്വർഗം കിട്ടൂല. അവസാനത്തെ 1 മിനിറ്റ് കൊണ്ട് മുഅ്മിനായവർ ഭാഗ്യവാന്മാർ. ആരാണ് അവരറിയില്ല. ആ ഭാഗ്യം നിനക്കുണ്ടോ അറിയില്ല. അവനും മുഅ്മിനാണ്. ആരാണ് മുഅ്മിനാക്കിയത്? റബ്ബാണ്. അധികാരം റബ്ബിനാണ്. ആ മുഅ്മിനായവന് സ്വർഗമുണ്ട്. മുഅ്മിനാകണോ? വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ, എല്ലാവരോടും പിണങ്ങി കഴിയുന്നവൻ മുഅ്മിനാവൂല. മുഅ്മിനാണ് സ്വർഗം. ആരാണ് മുഅ്മിൻ? എല്ലാവരോടും പിണങ്ങി കഴിയുന്നവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനാവൂല. പിണക്കങ്ങൾ മാറ്റി നടക്കുന്നവൻ മുഅ്മിൻ. വീട്ടിൽ ഭാര്യയോടൊന്നും പിണങ്ങിയാൽ ഒരു അല്പസമയത്തിനുള്ളിൽ പിണക്കം മാറ്റിയ മുഅ്മിൻ. പെണ്ണെ, നിങ്ങൾ പിണങ്ങിയാൽ പിണക്കം മാറ്റിയാൽ പെണ്ണെ നിങ്ങൾ മുഅ്മിൻ. ഭർത്താവിനോട്, മക്കളോട്, അയൽപക്കത്തോട് പിണങ്ങി കഴിയുന്നവനെ നിന്റെ നിസ്കാരം കൊണ്ട് സലാമത്താവില്ല. എന്തോ റസൂലായി പറഞ്ഞത്, മുത്തിനോട് ഹുബ്ബുണ്ടെന്ന് പറയുന്നവൻ എപ്പോഴും പിണക്കം മാറ്റി മുഅ്മിനാവണം, സ്നേഹം കൂട്ടി മുഅ്മിനാവണം. അല്ലാഹു അങ്ങനെ നല്ല തെളിമയുള്ള സ്നേഹമുള്ള ഒരു ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബതും. അപ്പോൾ മുഅ്മിനായ പറ്റൂ സ്നേഹവും ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. സ്നേഹം സ്പ്രെഡ് ചെയ്യണം, പരക്കണം, അപ്പോഴേ മുഅ്മിനാവൂ എന്ന് പറയുന്നു. അപ്പൊ ഇനി മുഅ്മിനാവണമെങ്കിൽ സ്നേഹം വേണമെന്ന് മനസ്സിലായി. ഇനി സ്നേഹം കിട്ടാൻ ഞാൻ എന്ത് വേണമെന്നാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, സ്നേഹം കൂടുതൽ പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇദാ ഫഅൽതുമൂ, അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ തഹാബബതും, നിങ്ങളിൽ സ്നേഹം ശക്തിപ്പെടും, പരസ്പരം ഇഷ്ടവും പ്രേമവും നിങ്ങളിൽ ശക്തിപ്പെടും. അതിനൊരൊറ്റ കാര്യം, അഫ്ശുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ അധികരിപ്പിക്കണം, പരത്തണം.
നിങ്ങളുടെ ഇടയിൽ അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാം പറച്ചിൽ പരത്തണം. ചെറിയ കുട്ടികളുണ്ട്, പ്രായമുള്ളവരെ കാണുമ്പോഴൊക്കെ സലാം പറയണം. നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്, ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്, അസ്സലാമു അലൈക്കും സലാം പറയണം. കയറി വരുന്ന ആൾക്ക് സലാം പറയണം. പള്ളിയിലോട്ട് വരുന്നവർ സലാം പറയണം. നമ്മൾ പോകാൻ പോവുകയാണ് കേട്ടോ, അസ്സലാമു അലൈക്കും സലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം, പരത്തണം. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇത്രേ വലിയ താല്പര്യത്തോടെ ഒരൊറ്റ വിഷയം മുത്തുനബി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അതിലെല്ലാ ഹദീസും പറഞ്ഞില്ലല്ലോ, ഇവിടെ ഒരൊറ്റ ഹദീസല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ എത്രയോ ഹദീസ്, ഓരോ ബാബിൽ സലാം പറച്ചിലിന്റെ ഫളീലത്ത് പറയുന്ന ബാബിൽ എത്ര 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 ഹദീസ് കാണാൻ പറ്റും നമുക്ക്. സിഹാഹുസുത്തയിൽ എത്ര ഹദീസ് കാണാം, എത്രയോ ഹദീസുകൾ കാണാൻ പറ്റും. ഒരൊറ്റ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയല്ലേ, അത് കൂടുതൽ കൂടുതൽ നിങ്ങൾ അതിലേക്ക് താല്പര്യപ്പെടുത്തുകയാണ്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. 3 വിഭാഗക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 3 കൂട്ടരുണ്ട് കേട്ടോ, അള്ളാഹു അവരുടെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തു എന്ന്. 3 കൂട്ടർക്ക് അള്ളാഹു അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് അരി വാങ്ങാൻ വേണ്ടി ഒരു വലിയ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് കരുതുക. കുറേ അരി കിട്ടും, നല്ല ഡബിൾ ഹോൾസിൻ്റെയും ഹോൾസിൻ്റെയും നല്ല ജയ അരിയൊക്കെ, നല്ല ക്വാളിറ്റിയുള്ള അരി കിട്ടും, പെട്ടെന്ന് വേവുന്ന അരിയൊക്കെ കിട്ടും. ഞാനിങ്ങനെ അതിനുവേണ്ടി നിൽക്കുമെന്ന് കണക്കാക്കുക. അല്ലെ നിങ്ങളൊരു ഓഫീസിലെ മകന് വേണ്ടി ജോലിക്കൊരു വലിയൊരു ക്യൂ നിൽക്കുകയാണെന്ന് കണക്കാക്കുക. അപ്പോഴുണ്ട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറയണം, നിങ്ങളുടെ കാര്യം ഹബീബെ, എൻ്റെ പൊന്നിക്ക, നിങ്ങളുടെ കാര്യം ഞാൻ കേട്ടോ, ഞാൻ വിളിച്ചോളാം. ഇയാൾ ഈ ക്യൂവിൽ നിന്ന് ഇങ്ങനെ തളരില്ല, ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അദ്ദേഹം ഇദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നു. വലിയ പിടിപാടുള്ള ഒരാൾ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും സലാമത്താക്കി കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റവും ഒരു മനുഷ്യൻ, ഒരു പച്ചനാടൻ മനുഷ്യൻ, ഒരു ഓഫീസിൽ ഒരു സ്ഥാനമുള്ള ഒരു മനുഷ്യൻ, അള്ളാന്റെ അടിമേൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വരെ എന്തോരം സമാധാനം നമുക്ക് കിട്ടാം. ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങളൊരു ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടി മകനെ കയറ്റി വിടുന്ന രംഗമെന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്ക് ഒരു പിടിപാടുണ്ട്, അദ്ദേഹം അവിടെ നിന്ന് ഒരു കണ്ണ് കാണിക്കുക എന്ന് ഓർക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരാണ്, അറ്റൻഡ് ചെയ്തപ്പോൾ പറയണ്, എടാ മോൻ്റെ കാര്യം ഞാൻ ഏറ്റോട്ടോ, ഞാനത് പറഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരോട്, മിനിസ്റ്റർമാരോട്, മെയിൻ ആൾക്കാരോട് പറഞ്ഞു. ഒരു പിടിപാടിന്റെ ഒരൊറ്റ ചുരുങ്ങിയ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സമാധാനമെങ്കിൽ, പരലോകത്തിന്റെ മഹാകോടതിയിൽ പരാശ്രയമില്ലാതെ എല്ലാവരും ഭയപ്പാടിൽ ആ വേൾഡ് കോർട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു പരമോന്നത ശക്തി, അത് അല്ലാഹു എന്ന പരമോന്നത ശക്തിയാണ്. ആ ശക്തി നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു മോനെ എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചാൽ എന്തോ ഒരു സമാധാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസത്തും കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. 3 കൂട്ടരുടെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തു, അവർക്ക് വലിയ രക്ഷയുണ്ട്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് അല്ലാഹു റിസ്ഖ് വാരി കോരി നൽകും. അവർക്ക് വരുന്ന വിപത്തുകളെ അല്ലാഹു തടയുകയും ചെയ്യും. ഒരു വലിയൊരു ഉത്തരവാദിത്വം, ജീവിതകാലത്ത് തന്നെ ഒരു ഉത്തരവാദിത്വം. ആ 3 കൂട്ടരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ദുനിയാവിൽ ജീവിച്ചപ്പോൾ തന്നെ അല്ലാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് റിസ്ഖ് നൽകി. പട്ടിണി ഒരു വലിയ ചരിത്രമാണ് കേട്ടോ, പട്ടിണി ഒരു വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് റിസ്ഖ് എന്ന് പറയുമ്പോ അരി മാത്രം ഓർക്കരുത്, മാംസാഹാരം മാത്രം ഓർക്കരുത്. നിന്റെ റിസ്ഖ് നിന്റെ ശരീരത്തിൽ പ്രതിരോധത്തിന് അല്ലാഹു വെച്ച രോഗാണുക്കളെ തകർത്ത് പ്രതിരോധിച്ച് നിനക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ നൽകാൻ, രോഗപ്രതിരോധ ശക്തി നൽകാൻ നിന്റെ ശരീരത്തിൽ അല്ലാഹു വെച്ചത് മുഴുവനും റിസ്ഖാണ്. പടച്ചവനെ, ഒന്ന് ഓക്സിജൻ എടുത്തിട്ട്, മിലിറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുണ്ട്, ഒന്ന് പരിശോധിക്ക. ഓക്സിജനിലെ ബ്രീത്ത് എക്സർസൈസിനെ കുറിച്ചുണ്ട്, അതൊന്ന് എടുത്തു നോക്കി. പൂർത്തിയായി, അൽഹംദുലില്ലാ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ലങ്സ് ഒക്കെ നല്ല പവർഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. വേറൊരെണ്ണം കണ്ട് പടച്ചവനെ, അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ പറഞ്ഞ അത്ലറ്റിന്റെ ആയിട്ടുണ്ട്, ഓക്കെ ആണ്. ഇനി സ്വിമ്മറിന്റെ, വലിയ സ്വിമ്മിങ്, ആ നീന്തലുകാരൻ്റെത്, ഇതെല്ലാം നോക്കി അവിടെ എത്തിയപ്പോ തടർന്നു കുഴഞ്ഞു. ഇനി അങ്ങോട്ട് ഭയങ്കര ഒരു കടമ്പ കടക്കാനുണ്ട്, അവിടെ എത്തിയപ്പോ അതിന്റെ പറ്റുന്നില്ല, 10 പ്രാവശ്യം ചെയ്തിട്ടും പറ്റിയില്ല. അങ്ങനെ അതിന്റെ കമന്റ് നോക്കിയപ്പം അതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുന്നു, ഓൺലൈനായിട്ട് നീ നിങ്ങളെ കൊല്ലൂടെ, ലൈവായിട്ട് കൊല്ലുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും. പക്ഷേ ഒന്നറിഞ്ഞോ, സുഖമായി കിടന്നുറങ്ങിയപ്പോഴും ശ്വാസ തടസ്സമില്ല. ശ്വസിച്ചു ഉച്ഛ്വസിക്കുന്നുണ്ട്, ശ്വാസ തടസ്സമില്ല.
രാവിലെയും പറയുമ്പോഴും ഇപ്പോഴും നിങ്ങൾ ഇടപെടുമ്പോഴും നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോഴും വീട്ടിലെത്തിയപ്പോഴും നിങ്ങൾ ശ്വസിച്ചുച്ഛസിച്ച ഇതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ഒന്നും ചിന്തിച്ചിട്ടില്ല. അള്ളാഹു ചെയ്ത ഈ വലിയൊരു അനുഗ്രഹത്തെ, അള്ളാഹു നൽകിയ ഈ വലിയൊരു അനുഗ്രഹത്തെ ആ റിസ്ക് എന്ന് പറഞ്ഞ് ചുരുക്കി പറയാൻ പറ്റൂല. അത് അരിയും മണ്ണെണ്ണയും മാത്രമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നത് റിസ്ക്, നിനക്ക് ഓക്സിജൻ റിസ്ക്, നിന്റെ വീട്ടിൽ ജീവിക്കാൻ ആവശ്യമായത് മുഴുവനും റിസ്ക്, നിന്റെ വാഹനവും നിന്റെ പെണ്ണും നിന്റെ വീടും എല്ലാം റിസ്ക്. ഒന്നും അറിയാതെ സുഖിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു ശ്വാസതടസ്സവുമില്ലാതെ നിന്നെ പിടിച്ചു നിർത്തിയ റബ്ബേ റിസ്ക്, അൽഹംദുലില്ലാ. ഇത് അല്ലാഹു അങ്ങനെ അവന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊടുക്കും ആ മനുഷ്യന്. മാത്രമല്ല, അവന് ശർറുകളിൽ നിന്ന് അല്ലാഹു തട്ടിമാറ്റും. അവൻ മരിച്ചങ്ങ് പോയാലോ അവിടെയും വലിയ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കും. മൻ ദഖല ബൈതഹു ഫസല്ലിം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞവനാണ് അതിൽ ഒരുവൻ. എന്തെളുപ്പമുള്ളൊരു വാക്കാണ്. വീട്ടിൽ കയറിയപ്പോ സലാം പറഞ്ഞാൽ അത് മുത്തിന് ഇഷ്ടപ്പെട്ട ഒരു അമലാണ്, മുത്തുപദേശിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്ത അള്ളാഹുവിന്റെ അടിമകൾ, മുത്തിന്റെ ഉമ്മത്തിന് മുഴുവനും അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അപ്പൊ സലാം പറഞ്ഞ് നടന്നോളി. നിങ്ങളുടെ റിസ്ഖൊക്കെ വിശാലമായിട്ട് വരണ കാണാം, സാലറിയൊക്കെ മുന്തി ഏറി വരണ കാണാം, ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന കാണാം, സ്വർഗം ഉറപ്പാകുന്ന കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുന്ന കാണാം. അള്ളാഹു ഖബൂലാക്കി തരുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ഖറജ ഇലൽ മസ്ജിദ് ഫഹുവ ളാമിനുൻ അലല്ലാഹ്. പള്ളിയിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടവൻ പള്ളിയിലേക്ക്, അവനും ഇതെല്ലാം അല്ലാഹു കൊടുക്കും. പള്ളിയിൽ പോകാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. പള്ളിയിൽ വരാൻ കാർ എടുത്തവരുണ്ട്, ബൈക്ക് എടുത്തവരുണ്ട്, പള്ളിയിൽ വരാൻ സൈക്കിൾ എടുത്തവരുണ്ട്. എത്ര പ്രയാസമാണെങ്കിലും പേരമക്കൾ പള്ളിയിൽ എത്തിക്കുന്നവരുണ്ട്, മരുമക്കൾ പള്ളിയിൽ കൊണ്ടെത്തിക്കുന്നവരുണ്ട്. എത്രയോ പേരാണ് ഈ വെള്ളൂർക്കോണം പള്ളിയിൽ ഇങ്ങനെ വന്ന് ഇബാദത്ത് എടുക്കുന്നത്. പള്ളിയിൽ ഒന്ന് വരാൻ പറ്റാതെ കിടന്നു പോയാൽ എപ്പോഴും ഫോൺ വിളിച്ച് പറയുന്നവരുണ്ട്. വരാത്തതിന്റെ കാരണം ഇതാണ്. പള്ളിയിലെ ഓരോ വ്യക്തിയും പരസ്പരം ചോദിക്കലുണ്ട്, ഇന്നേക്ക എവിടെ പോയെന്ന്, ഇന്ന മാമ എവിടെ പോയെന്ന് പരസ്പരം ചോദിച്ചിട്ട് വയ്യാണ്ട് കിടക്കുകയാണെന്ന് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ, ഒരു രോഗശമനത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെയുള്ള സ്നേഹനിധികളെ നമ്മളൊക്കെ തയ്യാറാകുന്നുണ്ട്. ആ പള്ളിയിലെ വരവിനെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിലേക്കുള്ള വരവ് അവന്റെ ദുനിയാവിന്റെ റിസ്ഖ്, അവന്റെ ശർറുകളിൽ നിന്നുള്ള കാവല്, അല്ലാഹ് മരണപ്പെട്ടതിന് ശേഷമുള്ള സലാമത്ത് എല്ലാം ഈ പള്ളിയിലേക്കുള്ള വരവ് കൊണ്ട് അവന് കിട്ടും. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. പള്ളിയിലേക്ക് വരുന്നവർ ഭാഗ്യവാന്മാരാണ്. പള്ളിയിൽ വന്ന് ഇബാദത്തിന് വരുന്നവർ, ജമാഅത്തിനൊക്കെ വരണം. ഇപ്പൊ അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാരും ഉണ്ട് പള്ളിയിൽ. അൽഹംദുലില്ലാഹ് അല്ലാഹു ഏറ്റി നൽകുമാറാകട്ടെ. മറ്റത് ഒരാളൊന്ന് മരിച്ചു എന്ന് കേട്ടാ ആ സ്ഥലം, ആ ഒരു തൂണിന്റെ ഭാഗം ഒഴിവാണ്. ഇപ്പൊ ആള് പിടിക്കുന്നുണ്ട്, ധാരാളം പേര് അൽഹംദുലില്ലാഹ് സുബ്ഹാൻ ഉൾപ്പെടെ. നല്ല ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാർ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിനെ, മക്കളെ, വലിയ മക്കളെ പള്ളിയിലേക്ക് ആൺപിള്ളേരെ പറഞ്ഞു വിടണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വലിയ പ്രതീക്ഷ നിങ്ങളുടെ വീട്ടിൽ വരും, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും, കുടുംബത്തിൽ വരും. വമൻ ഖറജ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെടുന്നവന് വഹുവ ളാമിനുൻ അലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വമൻ ഖറജ ഫീ സബീലില്ലാഹ് ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ഒറ്റ വാക്ക് അർത്ഥം പറഞ്ഞ് അങ്ങ് പോവാം. ഒറ്റ വാക്ക് അർത്ഥം പറഞ്ഞ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ, ധർമ്മ സമരം ചെയ്യുന്നവൻ. പോരല്ലോ ഫലസ്തീൻ മക്കളെ കുറിച്ച് മാത്രം പറഞ്ഞൊതുക്കിയാ പോരാ, ബദരീങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ, നിൽക്കുന്നെങ്കിൽ, ഇവിടെ ഇബാദത്തിന് വന്നെങ്കിൽ അതിന്റെ സബബ്, കാരണക്കാരും മുത്തു ബദരീങ്ങളാണ്. ഇപ്പോഴും അഭിമാനത്തോടെ അള്ളാന്റെ ശആഇറുകളെ പിടിച്ചു നിർത്തുന്നതിന് കാരണക്കാര് ഫലസ്തീന്റെ പോരാളികളാണ്, പൊന്നുമക്കളാണ്, ഖുദ്സിന്റെ മോചകരാണ്. സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജൂത പരിശികൾ, സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു സയനിസ്റ്റ് തെമ്മാടികൾ, മനോരോഗം ബാധിച്ചിട്ട്, ഭ്രാന്ത് ബാധിച്ചിട്ട്, സൈക്കാട്രിക് ഗുളികകൾ കഴിച്ച്, രാസമെഡിസിനുകൾ കഴിച്ചിട്ട് കുഴഞ്ഞു വീണ് ചത്തുകൊണ്ടിരിക്കുന്നു.
ഞങ്ങൾക്കിനി ഫലസ്തീൻ പോരാളികൾക്ക് നേരെ പോകാനുള്ള ശക്തിയില്ലെന്ന്, ഞങ്ങളിനി ആയുധങ്ങളേന്തിയ വിമാനം പറത്തില്ലെന്ന്, ഞങ്ങൾക്കിനി ജീവിക്കണ്ടെന്ന്, ഒന്ന് നിർത്തിത്താടാ എന്ന് പറഞ്ഞ് പോകാൻ മടിച്ചിട്ട് സൈനിസ്റ്റ് തെമ്മാടികൾ പിന്നോക്കം മാറുന്നത് ഫലസ്തീൻ കാരിരുമ്പ് പോലെ കരുത്ത ഈമാനിന്റെ ഉടമകളായ പൊന്നുമക്കളുടെ ഈമാനിന്റെ കരുത്ത് കണ്ടിട്ടാണ്. പേടിയില്ല അല്ലാഹ്, മരിക്കാൻ പേടിയില്ല റബ്ബേ അവർക്ക്, ഒരു ഭയപ്പാടുമില്ല റബ്ബേ അവർക്ക്. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ പരിശുദ്ധ ദീൻ പറയുന്നു അല്ലാഹുവിന്റെ വലിയ കാവൽ അവർക്കുണ്ട്. ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹ് ഭയം ഇട്ട് കൊടുക്കും. കാല് മുതൽ മൂർത്താവ് വരെ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ് വേടിച്ച് വെച്ച ചാവാത്തത് എന്തൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിട്ട് നടന്നാലും എന്നിട്ടും ഭയം. ഇവിടെ ഇടാൻ ചെരുപ്പില്ല, ഇവിടെ ധരിക്കാൻ ചെരുപ്പില്ല ഫലസ്തീൻ പോരാളികൾക്ക്, ഖുദ്സിന്റെ മക്കൾക്ക്. മരിച്ചിട്ടും വാപ്പയെ ചീത്ത വിളിച്ചില്ല, ഉമ്മയെ ചീത്ത വിളിച്ചില്ല. പട്ടിണി കിടന്ന് മരിച്ചു പോയിട്ടും ഒന്നിനെയും പഠിച്ചില്ല. ചെറിയ സംവിധാനങ്ങൾ ഒരുമിച്ച് കൂട്ടി തിരുനബി തങ്ങളുടെ മദ്ഹ് പറയാനും മനാഖിബ് പറയാനും ഒരുമിച്ച് ചേർന്ന് നിന്ന് നിസ്കരിക്കാനും പള്ളിയില്ലാത്ത പൊളിഞ്ഞടുങ്ങിയ കെട്ടിടങ്ങളുടെ സൈഡിൽ ചുവരുകൾക്ക് ചാരെ ഇബാദത്തെടുക്കുന്ന പൊന്നുമക്കൾ. പറയണം, അവരെ കുറിച്ച് ഓർക്കണം. നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, ഒന്നേ പറയാനുള്ളൂ, ഒറ്റ വാക്ക്. ഞാനിങ്ങനെ ഇന്നലെ ഒരു കല്യാണത്തിൽ നിന്ന് കഴിച്ചപ്പോൾ ഇങ്ങനെ പ്ലേറ്റിന്റെ ചുറ്റിനും ഇങ്ങനെ കൂട്ടി വെച്ച് എൻ്റെ മകൻ ഷമ്മാസ് ഇങ്ങനെ കഴിക്കാൻ നേരത്തെ ഞാൻ മോനെ നിനക്ക് ആവശ്യമില്ല ഇറച്ചി വാങ്ങണ്ട, ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾ കൊണ്ട് കളയുന്നു, അതൊന്നും ഒരു ന്യായമില്ല. ആളുകൾ കളഞ്ഞോട്ടെ, നീ എടുത്തത് കഴിച്ച് പൂർത്തിയാക്കണം. നിനക്ക് പറ്റുന്നത് ഏത് വീട്ടിലെ പ്രോഗ്രാമിന് വന്നാലും ഉസ്താദ്മാർക്ക് വിളമ്പി കൊടുക്കാവൂ. സ്നേഹം കൊണ്ടായിരിക്കും കൊണ്ട് തട്ടുന്നത്. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ കുറെ കറി കൂട്ടിയതും ഇറച്ചി കൂട്ടിയതും വെച്ചിട്ട് ഇറങ്ങുമ്പോൾ വിഷമമാണ്, ചോറ് ബാക്കി വെക്കുമ്പോൾ വിഷമമാണ്. ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട് അങ്ങനെ കൊടുക്കണം, കുറേശ്ശെ മാത്രം കഴിക്കണം. നിങ്ങൾ കരുതുന്നത് എത്രയോ കല്യാണത്തിന് പാഴാക്കുന്നല്ലോ എന്ന്, അതൊന്നും ഒരു ന്യായമല്ല. നീ പാഴാക്കരുത് മുഅ്മിനെ, നീ പാഴാക്കരുത്. നിന്റെ വീട്ടിൽ നീ ഫുഡ് കളയരുത്, നീ ഭക്ഷണം പാഴാക്കരുത്, കണിശത വെക്കണം. ഉമ്മയും വീട്ടിലെ സഹോദരങ്ങളും ഓരോരുത്തരും ചിന്തിക്കണം, ഭക്ഷണം വളരെ കണിശതയോടെ ആദരവോടെ ഇരുന്ന് കഴിക്കണം, ആദരവോടെ ഇരുന്ന് കഴിക്കണം, വളരെ സൂക്ഷ്മതയോടെ. ആ ഫലസ്തീനിലെ പൊന്നോമനകളെ ഓർക്കണം. നീ അങ്ങനെ സൂക്ഷ്മതയോടെ കഴിച്ചത് ഒരു വലിയ പ്രാർത്ഥനയാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. ആ പൊന്നുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടെയാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ അത് ഓർത്തിട്ട് ഭക്ഷണം കഴിക്കേണ്ടതല്ല, തന്ന അനുഗ്രഹത്തെ വേണ്ടാന്ന് പറഞ്ഞ പട്ടിണി അടക്കണ്ട. തിങ്കളും വ്യാഴോട്ട് നോമ്പെടുക്കും. അങ്ങനെ ആവേശമുള്ളവരൊക്കെ തിങ്കളും വ്യാഴോട്ട് നോമ്പെടുക്കും, നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഫുഡ് കഴിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ അവരെ ഓർത്തിട്ട് പട്ടിണി അടക്കണമെന്നല്ല. നോമ്പൊക്കെ എടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് കഴിക്കാൻ തരുന്നത് വളരെ ആദരവോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിറകണ്ണുകളോടെ കഴിക്കണം. ഒരു ചോറിന്റെ തരി കളയരുത്, ഒരു അരി കളയരുത്. നീ കണിശത പാലിച്ചോണം. നിന്റെ അയൽവക്കം കൊണ്ട് കളയട്ടെ, നിന്റെ കല്യാണത്തിന് നീ കണ്ട കല്യാണത്തിന് കൊണ്ട് തട്ടട്ടെ, അതൊന്നും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തെളിവല്ല. നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയണം, ഞാൻ നല്ലൊരു മുഅ്മിനാണ്, ഞാൻ ആ പൊന്നുമക്കളെ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. വീട്ടിൽ ബറക്കത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത് സലാം പരത്തണം. സലാം പറയുന്നവന് വലിയ അനുഗ്രഹം അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ജിഹാദിന് വേണ്ടി ദുആ ചെയ്യുന്നവർക്കും ആ ജിഹാദികൾക്ക് അവർക്ക് വേണ്ടി ഖുദ്സിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും അവരെ ഓർക്കുന്നവർക്കും അതേപോലെ ഇറങ്ങി തിരിച്ചവർക്കും അള്ളാഹിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. പള്ളിയിൽ പരിശുദ്ധ നിസ്കാരത്തിന് വേണ്ടി വരുന്നവർക്ക് വലിയ ഖൈറുണ്ട്. അള്ളാഹു അവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വീട്ടിന്റെ ഐശ്വര്യ ഭവനം ദാറുൽ നൂറാകാനും ദാറുൽ ഫറഹാകാനും ദാറുസ്സലാമാവാനും നമ്മുടെ വീട് അതിനു വേണ്ടി ചെയ്യാനുള്ളതാണ്. അടുത്ത ഒരു പ്രധാന വിഷയമാണ് വീട്ടിലെ നമസ്കാരം പതിവാക്കണം എന്നുള്ളത്. പറയുമ്പോൾ പലർക്കും വിഷമാവും, എന്നാലും പറയാം. ചില മക്കളെ ഓർത്തിട്ടായിരിക്കും, പക്ഷേ വളരെ പേടിയോടെ ഓർക്കണം. നിസ്കാരം ഒരു കണിശതയാണ്. പലരും ഇങ്ങനെ പറഞ്ഞു നിസ്കാരം അത് കൂടുതലായിട്ട് പറയണം. പക്ഷേ അത് എന്നിൽ വേണം, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളിൽ വേണം. എന്നിലേ ഉള്ളൂ. എൻ്റെ മോന് സ്കൂളിലും കോളേജൊക്കെ പോകാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് ഒരു 7 മണി വരെയൊക്കെ പിന്തിക്കും. പാടില്ല. ഇൻഷാ അല്ലാഹ് വിഷയം ഉണർത്താം. നിസ്കാരം വളരെ കണിശതയുള്ളൊരു വിഷയമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സുബഹിന് വരെ പള്ളിയിൽ ജമാഅത്തിൽ വരുന്ന കൊച്ചു മക്കളുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് വാഹസിയോടൊപ്പമൊക്കെ വരുന്ന കൊച്ചു കുഞ്ഞു മക്കളുണ്ട്. മദ്രസയിൽ 4, 5 പഠിക്കുന്ന മക്കളൊക്കെ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ സംഭാവന, മാതാപിതാക്കളുടെ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ
ഒരു സഹോദരി 250 രൂപ സംഭാവന. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാണ്. അല്ലാഹുവേ ഞങ്ങളുടെ സംഗമത്തെ സ്വീകരിക്കും. ആഖിബത്ത് ഞങ്ങൾക്ക് നന്നാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ പൊരുത്തപ്പെട്ടവരാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ 5 വഖത്ത് ഖളാ ആകാതെ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാക്കി ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സുന്നത്ത് നിസ്കാരം കൊണ്ട് അനുഗ്രഹീതമാക്കി തരണം റബ്ബേ. ഫർദ് നിസ്കാരത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പള്ളിയിൽ വന്ന് ഫർദ് നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന ആ അനുഗ്രഹീത കാഴ്ച നീ തരണം റബ്ബേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഉമ്മമാര് സഹോദരിമാര് ഫർദും സുന്നത്തും എടുക്കുന്ന അനുഗ്രഹീത പ്രവർത്തനം ഞങ്ങളിൽ നീ തരണം റഹ്മാനേ. ഖുർആനിക കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനം അനുഗ്രഹീത ഭവനമാക്കണേ അല്ലാഹ്. ഒടുവിൽ പരലോകത്തിന്റെ ഒരു ഭവനം, അതിന്റെ തുടക്കമാണ് ഖബർ. അവിടെ നീ ഞങ്ങൾക്ക് വിജയം തരണേ റബ്ബേ. ഞങ്ങളുടെ ദുനിയാവിൽ തന്ന ഭവനത്തിൽ അനുഗ്രഹീത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് നീ സ്വീകരിച്ച് പരലോകത്തിന്റെ ഭവനത്തിന് വിജയം തരണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവർക്ക് മഗ്ഫിറത്ത് കൊടുക്കല്ലാ, മർഹമത്ത് കൊടുക്കല്ലാ. നോക്കത്താ ദൂരത്തവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഖബറിടങ്ങളാക്കണേ റഹ്മാനെ. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും ആവേശത്തോടെ വന്ന് പ്രവർത്തനങ്ങളിൽ നന്മകളിൽ മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ എല്ലാവർക്കും അനുഗ്രഹീത പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം കൊടുക്കണം റഹ്മാൻ. അല്ലാഹുവേ അവരുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി കൊടുക്കണം റഹ്മാനെ. റിസ്ഖിൽ വിശാല നൽകണം റഹ്മാനെ. വിശിഷ്യ ഇന്നത്തെ വെള്ളിയാഴ്ച അല്ലാഹുവേ, ഈ ദിവസം ഈ സയ്യിദുൽ അയ്യാമിന്റെ ദിവസവും കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും കഴിഞ്ഞ ജുമാകളിലും ഒക്കെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സ്വതക്കകൾ സംഭാവനകൾ നൽകിയവരെല്ലാവരെയും സ്വീകരിക്കല്ലാ. ഞങ്ങളുടെ പള്ളിയിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബക്കറ്റ് പിരിവിലും മറ്റും സഹായം ചെയ്ത് എല്ലാവരെയും കബൂലാക്കല്ലാ. അർഹമായ പ്രതിഫലം നൽകല്ലാ. കുറവാക്കല്ല റബ്ബേ. അവർക്ക് ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. റിസ്ഖിൽ വിശാലത നൽകണേ റഹ്മാനെ. സ്നേഹം ശക്തിപ്പെടുത്തണേ റഹ്മാനെ. ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണം റഹ്മാനെ. സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി തിരികെ നൽകണം റഹ്മാനെ. ദീനിന്റെ ഉൻവാനുകളാകുന്ന അഡ്രസ്സാകുന്ന നന്മകൾക്ക് പ്രവർത്തിക്കാൻ ശുക്ർ ചെയ്യാൻ ധാരാളം സമ്പത്ത് അവർക്ക് നൽകണമല്ല. ആരോഗ്യം നൽകണേ പടച്ചവനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ള എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജാരിയായ സ്വതഖയാക്കി ആ നന്മകളുടെ മിസ്രി തവാബ് അവരുടെ ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കും അവർക്കെല്ലാം നീ നൽകണേ റഹ്മാനെ. അവിടെ നിന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കി തരണേ റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.